ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചൂടൊക്കെയാണ്, ഇപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇതേ ഷർട്ടാണ് താരം. ഷർട്ട് കൊണ്ട് ഒരു കുട്ടിയുടുപ്പ് തയ്ക്കാൻ പോവേണ്ട. ഒരു 3-4 വയസ്സായ കുട്ടികൾക്ക് പറ്റുന്നൊരു ഉടുപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഒരാൾ ഉപയോഗിച്ച ഷർട്ട് കുട്ടികൾക്ക് കൊടുത്താൽ ഇൻഫെക്ഷൻ വരില്ലേ എന്ന്. വരും. ഇത് ഉപയോഗിച്ച ഷർട്ടല്ല, ഇത് ഒരു ഷോപ്പ് പൂട്ടിയപ്പോൾ അവിടെ സ്റ്റോക്ക് ഉണ്ടായ ഷർട്ടുകൾ എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. ഞാൻ തയ്ക്കണ ഇതാരും ഉപയോഗിക്കുന്നില്ല, അപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഓർത്തു എൻ്റെ കഴിവ് ഇതിൽ ഉപയോഗിക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഷർട്ട് ഞാൻ ഇങ്ങനെ കറക്റ്റാക്കി വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് ഈ ബട്ടൺസിൻ്റെ ഭാഗമുള്ള ഭാഗം, അതുപോലെ കോളറിൻ്റെ ഭാഗം, കൈക്കുഴി ഭാഗം, എല്ലാ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ കാണിച്ച പറഞ്ഞ പോലെ എല്ലാ ഭാഗവും അതിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഈ ബട്ടൺസിൻ്റെ ഭാഗം രണ്ടും ഒരുമിച്ച് കറക്റ്റാക്കി വെക്കാം. ഒരേ അളവിൽ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ആ കൈക്കുഴിയുടെ ആ ഭാഗവും അടിയിലെ ഭാഗവും ലെവലാക്കി വെട്ടി മാറ്റി വെക്കാം. അതിന് ശേഷം ഈ അറ്റത്ത് ജോയിൻ്റ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഞാൻ കൈ വെട്ടിയ ഭാഗമുണ്ട്, കൈ വെട്ടി മാറ്റി വെച്ച ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ വെക്കാം. അതായത് ജസ്റ്റിൻ്റെ അവിടെയുള്ള ഭാഗമാണ് ഞാൻ തയ്ക്കാൻ പോണത്. കറക്റ്റ് ലെവലാക്കി വെക്കണം കേട്ടോ. രണ്ട് വശത്തിനും വേണ്ടിയുള്ള തുണി കറക്റ്റ് ലെവലായി വെക്കണം. ചെറിയ കുട്ടികൾക്കാകുമ്പോൾ ഈ ഒരളവ് മതി, ഇത്രയും മതിയാവും. അപ്പം ഞാൻ ടേപ്പൊന്നും ഇല്ല, എൻ്റെ ഒരു ഊഹം വെച്ച് ഞാൻ വെട്ടുന്നുണ്ട്. ടേപ്പില്ലാത്ത കാരണം ഒരു ഊഹത്തിലങ്ങോട്ട് വെട്ട തന്നെ. അപ്പോൾ കഴുത്ത് ഞാൻ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അളവൊന്നുമില്ല. അപ്പോൾ സാധാരണക്കാർക്ക് വീട്ടിൽ, അതായത് തയ്ക്കാൻ അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ കഴുത്ത് ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇനി കൈക്കുഴിയുടെ ഭാഗം കുറച്ചോട്ടെ, ഒരു ചൂണ്ടുവിരലിൻ്റെ ആ ഒരളവിൽ വെച്ചിട്ട് കൈക്കുഴി വെട്ടാട്ടോ. ഷോൾഡറിൻ്റെ ഭാഗം ആ ഒരളവിൽ വെച്ചിട്ട് കൈക്കുഴി ഞാൻ വെട്ടിയിട്ടുണ്ട്. ഇത്ര ഒരളവിലാണ് ഞാൻ എടുത്തേക്കണത്. ഇനി കഴുത്ത് പിടിപ്പിക്കണം. കഴുത്തിന് ഒരു പീസ് തുണി എടുത്തിട്ട് കഴുത്തിൻ്റെ ഭാഗം നല്ല വശം വെച്ച് കൂട്ടി തയ്ക്കുക. കൂട്ടി തയ്ച്ചിട്ട് ഇതുപോലെ ഞാൻ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കൂട്ടി യോജിപ്പിക്കണം. നല്ല വശം കൂടി വെച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. തയ്ച്ചതിന് ശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മറിച്ചിട്ട് തയ്ക്കുക. നല്ല വശത്തിൽ കൂടെ തന്നെ നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് തയ്ക്കുക. പക്ഷേ ഞാൻ തയ്ച്ച് വരുമ്പോൾ പെർഫെക്റ്റ് ആവില്ല, എന്നാലും തയ്ച്ച് ഞാൻ പെർഫെക്റ്റായിട്ട് തയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ തയ്ച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ, ക്ലിയർ ഉണ്ടോ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം വെച്ചാൽ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനായില്ല. അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നതാണ് ഒരു കൈ കൊണ്ട്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. പിന്നെ എല്ലാം കൂടി ഞാൻ കൂട്ടി യോജിപ്പിച്ചിട്ട് കഴുത്തും അതുപോലെ കൈക്കുഴിയും ഷോൾഡറും എല്ലാം ഞാൻ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഭാഗം നമുക്കിനി ജോയിൻ്റ് ആക്കാം. ഇനി ബാക്കി തുണി ഞാൻ നെറിവിട്ട് തയ്ക്കണം. അതായത് ഒരു മീഡിയം ചെറിയ നെറിവിന് ഞാൻ തയ്ക്കണം. അപ്പോൾ സ്റ്റിച്ച് ഞാൻ ഒന്ന് ടൈറ്റ് ആക്കണ്ട. അതായത് അടിപ്പ് വിടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ടൈറ്റായി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ വലിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആ സ്റ്റിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ നെറിവ് അങ്ങോട്ട് പോവും. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു നെറിവിലാണ് ഞാൻ തയ്ച്ചേക്കണം കേട്ടോ. ഇനി ഇത് എല്ലാം കൂടി നമുക്ക് കൂട്ടി യോജിപ്പിച്ചിട്ട് കാണാം. ഞാനിപ്പോൾ എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ നടുക്ക് ഭാഗമായിട്ടൊന്ന് കട്ട് ചെയ്യണം. അവിടെ കട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഉണ്ടായ ആ ഒരു ഭാഗം അവിടെയൊക്കെ ഞാൻ തയ്ച്ച് വെക്കണം. എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു പീസ് ഞാൻ എടുത്തിട്ട് കൈക്ക് വെക്കാനുണ്ട്. കൈമ നെറിവ് പോലെ വെക്കാനായിട്ട് കട്ട് ചെയ്തിട്ട് മടക്കി തയ്ക്കണം കേട്ടോ.
എന്നിട്ട് ഷോളറിൻ്റെ ആ ഭാഗത്തുള്ള കൈക്കുഴി വരെ തയ്ച്ചെടുക്കുക. അതുപോലെ നല്ല ഭാഗം കൂടിയും വെച്ചിട്ട് കൂട്ടി തയ്ക്കണം. കൂട്ടി തയ്ച്ചിട്ട് 2 വശം തയ്ച്ചിട്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ലുക്ക് ഇതുപോലെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും ഇത് ഉപകാരപ്പെടുമെന്നും ഞാൻ വിചാരിക്കുന്നു. എനിക്കങ്ങനെ സ്റ്റിച്ചിങ് ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ ഞാൻ അറിയാവുന്ന പോലെ തയ്ച്ചതാണ് കേട്ടോ. ഇനിയും ഇതുപോലെ നല്ല വീഡിയോകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. പിന്നെയും ഇതുപോലെ നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക് യു.